നമ്മളിവിടെ കുഴിച്ചിട്ടതാണ് കേട്ടോ ചെണ്ടുമല്ലി. അങ്ങോട്ട് കുഴിച്ചിടണോ? അങ്ങോട്ട് കുഴിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ അങ്ങനെ കുഴിച്ചിട്ടെ ചിലപ്പോൾ അത് എടുത്ത് കളയേണ്ടി വരും ചെയ്യും. അപ്പുറത്തെ കൂടെ കുഴിച്ചിട്ടാൽ മതിയായിരുന്നു. അത് ഉറച്ചു, അത് ഒന്നും ചെയ്യണ്ട. യോ ആ ഭാഗത്ത് കൂടെ ഇന്നലെ കുഴിച്ചിട്ടാണ്. ഇവിടെ നിന്ന് വീട്ടിലിരിക്കുമ്പോൾ നേരെ മുന്നിൽ കൂടെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു. അവിടെ അവിടെ റൂട്ടുമിൻ്റെ ആ ഭാഗത്ത് ഇവിടേക്ക് കാണില്ലല്ലോ. അടുക്കളയുടെ അവിടെ നിന്ന് നമുക്ക് കാണില്ലല്ലോ. ഈ അടുക്കള കൂടെ കാണാൻ വേണ്ടിയിട്ടാണല്ലേ. അത് പറ്റും. ഇന്ന് വേണമെങ്കിൽ അത് ഇപ്പഴേ വരി അങ്ങോട്ട് ഫുള്ള് കുത്തിയിടാം. ഉണ്ട് ചെണ്ടുമല്ലി ഇങ്ങനെ. സുകന്യേ സുകന്യേ ചെണ്ടുമല്ലി തന്നെ പൊട്ടി വീണു. അശ്വിനെ അമ്മ വന്നില്ലടാ. ചെണ്ടുമല്ലിയുടെ ഒരു മണം എന്താ വെച്ചിട്ടാ, നല്ല മണല്ലേ. ഇതാ നമ്മുടെ ഇതെന്താന്ന് മനസ്സിലായോ? അത്രയ്ക്കൊക്കെ എത്തിയത് ഒന്നുണ്ടായുള്ളെങ്കിൽ ഒന്നൊന്നല്ല ഇതിലേ ഇതിൽ 4 വിത്തുണ്ട്. പിന്നെ ഇതാണ്ടോ ഇതൊന്ന് ഈ ചെണ്ടുമല്ലിക്കാണ് അപ്പോഴേക്കും പ്രശ്നം. ചെണ്ടുമല്ലി ഒന്നും കൂടി ഉണ്ടാവുന്നുണ്ട്. ഇതാണ്ടോ ഇത് നമ്മുടെ എന്താണെന്നറിയോ? എന്താ പറഞ്ഞു കൊടുക്ക്. ശംഖുപുഷ്പം. തുളസിയുടെ കൊണ്ടുവന്നിട്ടതാണ് കേട്ടോ. അതാ തുളസി ഉണ്ടാവുന്നുണ്ട്. അത് ഞാൻ അവിടെ നിന്ന് റോട്ടിൽ കൂടെ പോയിട്ട് വരുമ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന. പിന്നെ ഇതുണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഉണ്ടാവില്ല എന്നുള്ളത്. അത് അവിടെ ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ അപ്പുറത്തും ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് വേണം നമുക്ക് ഉമ്മർത്ത് വെക്കാൻ കേട്ടോ. അല്ലേ? ഞാൻ ഈ തുളസിത്തറ ഇല്ല ഈ ഭാഗത്ത് എവിടെയും. തുളസി വെച്ചാൽ പാമ്പ് വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ? ശരിക്കും പാമ്പ് വരില്ല കേട്ടോ. പിന്നെ കണ്ടോ ഒരേ ലെവലിൽ നിൽക്കുന്നത് കാണുമ്പോൾ നല്ല രസമല്ലേ? ഇല്ലേ? ഇപ്പോൾ ഒരേ ലെവലല്ല, ഒരേപോലെ വരും, ഒരേ ഹൈറ്റിനെത്തും. ഞാൻ ഈ ഇതെടുത്തിട്ട് നമ്മുടെ ഇത് കൂടെ വെക്കണം പറഞ്ഞിട്ടാണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് കൂടെ എന്തായാലും ഒരു ചെടിയിൽ ഒറ്റ പൂവേ ഉണ്ടാവൂലേ? ഒറ്റപ്പൂവോ ഉണ്ടാവും ഇതിലോ? ചെണ്ടുമല്ലി കൊണ്ടയിട്ട് നിൽക്കണതല്ലേ? ഒന്നല്ലല്ലോ അല്ലേ? ഇത് കഴിഞ്ഞായിരുന്നു ചെണ്ടുമല്ലി കണ്ടിട്ടില്ലേ? ഓർമ്മല്ലേ? നമ്മൾ പൈസ കൊടുത്തിട്ട് വാങ്ങണത് ഓർമ്മ ഉണ്ടോ? പൂവ് ഓർമ്മയുണ്ട്. ഒരു ചെടിയിൽ ഞാൻ മൊത്തത്തിൽ 1 കിലോ വന്നിട്ട് ഒരു പൂവ്. ഇതിൻ്റെ തലപ്പ് ഇങ്ങനെ നുള്ളി കൊടുത്തു കഴിഞ്ഞാൽ വെച്ചാൽ ഇത് കൂടി ഒക്കെ വരുതാണ്ടോ ഇങ്ങനെ വരുന്നത്. ചെണ്ടുമല്ലിക്കൊക്കെ ഓണസമയമാകുമ്പോഴേ എമ്മാതിരി വിലയിരിക്കും വെച്ചിട്ടാ. ഇതാ കണ്ടോ തണുപ്പ് കയറിയപ്പോഴേക്ക് എത്ര വട്ടം ചതിലായില്ലേ? ഇതങ്ങോട്ട് ഒരാഴ്ചയോട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അല്ല, ഒരാഴ്ച കൂടി ഇങ്ങനെ തന്നെ കിടന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നനവ് വരികയാണ്. ഇത് നനവ് വേഗം പടച്ചതിൽ പിടിക്കും കേട്ടോ. എന്ത് വിറകും അല്ല, എന്ത് സാധനം എത്ര കഷ്ടപ്പെട്ട് ഏറ്റി കൊണ്ടുവന്നതാ. ഇത് ഇന്നലെ നോക്കിയില്ല. മിഞ്ഞാന്നൊരു ശകരെ പിടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും ഇന്നലെ ആകുമ്പോഴേക്കും കണ്ടോ, ഇന്നലെ അല്ല എന്നാകുമ്പോഴേക്കും കോര നോക്ക് എത്ര കഷ്ടപ്പെട്ട് ഏറ്റിക്കൊണ്ടെന്നറിയും. ഒരാഴ്ച ശരിക്കും എത്തില്ല അല്ലേ ഈ വിറകോ? 3 ദിവസം കൊണ്ട് ചതില് തീർക്കും. 3 ദിവസം കൊണ്ട്. ഇനി ഇതേപോലത്തെ വിറകുകൾ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇതങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടെ തറവാട്ടിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാലേ കുഴപ്പമില്ലല്ലോ. നേരത്തെ മഴ ചാറിയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇത് ഇടാൻ പറ്റാൻ. റബ്ബർ ആയതും കൊണ്ടാണ് തോന്നുന്നുണ്ട് അല്ലേ ഇങ്ങനെ വേഗം ചതിൽ പിടിക്കുന്നത്. എന്താ പിന്നെ ഉണങ്ങും ചെയ്തിട്ടുണ്ടല്ലോ. മഴ പറഞ്ഞിട്ടില്ലേ? മഴ എന്താ എങ്ങനെയാ പറയുക? ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു കാലാവസ്ഥ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു മഴ. ശരിക്കും മഴ പെയ്യണില്ല. ഇപ്രാവശ്യം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ വെള്ളത്തിന് നല്ല ബുദ്ധിമുട്ടാവൂലേ? മഴ കമ്മിയാണോന്ന് അറിയില്ലല്ലോ. എന്നാ മഴക്കാലം വരികയാണോ? ഇത് മഴക്കാലം എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളിവിടെ കല്ല് വിരിക്കണം എന്ന് പറഞ്ഞതാ കേട്ടോ. പറഞ്ഞില്ലേ, എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ
ഒരു പൊളിച്ചപ്പോൾ അവിടെ ഉള്ളത്. അപ്പം അത് വന്ന് നോക്കിയപ്പോൾ അവർ പറഞ്ഞു ഈ ഒരു ഇത് കഴിയട്ടെ എന്നില്ലേട്ടാ, മണ്ണ് ഒതുങ്ങട്ടെ പറഞ്ഞു. മണ്ണ് ഒതുങ്ങിയിട്ട് കൊണ്ടുവന്ന് വെക്കാൻ പറഞ്ഞു കേട്ടോ. പെയിൻ്റ് അടിച്ചാൽ മതി ഇത്ര പഴയ എന്താ കട്ടയിൽ പെയിൻ്റ് അടിച്ചാൽ നല്ല വൃത്തി ഉണ്ടാവും അല്ലേ. അപ്പോഴേക്ക് മതിൽ തേക്കണം അത്രയും. മതിൽ തേച്ചാലേ ഉള്ളൂ എന്താ ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോഴാണ് അതാണ് ചെടി വെക്കണില്ല വിചാരിച്ചിരുന്നു കേട്ടോ. എന്നാൽ മുറ്റത്തിൻ്റെ മതിലിൻ്റെയൊക്കെ പണി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അവിടെ നിന്ന് എടുത്ത് മാറ്റേണ്ടി വരില്ലേ. അപ്പം അത് വിചാരിച്ചു. ഇതൊന്നും നടക്കണില്ല. ഒക്കെ ചെടി വെക്കണം വിചാരിച്ചത്. ഞാൻ നമ്മുടെ നാട്ടിലത്തെ റോസുകളില്ലേ, എത്ര ആൾക്കാരെ എടുത്താന്നറിയോ റോസാക്കൊമ്പൊക്കെ ചോദിച്ചേക്കണത്. നല്ല ചുവപ്പ് കളറുള്ള വലിയ റോസില്ലേ, ആ റോസും ഒക്കെ അപ്പം തരാ കൊണ്ടുപോകണില്ലേ, മഴ സമയത്ത് കൊണ്ടുപോയി വെച്ചാലേ ആവുള്ളൂ പറഞ്ഞിട്ട് അതിന് കൊണ്ടുപോയിട്ട് എവിടെ വെക്കണത് അല്ലേ. എൻ്റെ വഴുതനങ്ങ ചെടിയൊക്കെ ഉണ്ടായ കൂടെയൊക്കെ പുല്ല് വന്നു. അത് പറിച്ചു കൊടുത്ത് ഇതിൻ്റെ ഇടയിൽ കൈ തട്ടിയിട്ട് നമ്മൾ തന്നെ അതെടുത്ത് വലിച്ചെറിഞ്ഞു. അങ്ങനെ ഇതെന്തേട്ടാ എന്നിങ്ങനെ ഇട്ടാലോ അത് രാത്രി മഴ പെയ്യും. മഴ പെയ്യണം കപ്പ എടുത്തില്ല. പണ്ടേ എൻ്റെ ഒരു അച്ഛമ്മ ഉണ്ടായിരുന്നു കേട്ടോ. പണ്ടല്ല ഇപ്പോഴും അച്ഛമ്മ ഉണ്ട്. പണ്ട് നല്ല അച്ഛമ്മ എപ്പോഴും ഉണ്ട്. അച്ഛമ്മ ചെതല് തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഈ ചെതല് കാണുമ്പോൾ അതാണ് നമ്മൾക്ക് ഓരോരുത്തരല്ലേ അതെ. അത് മാത്രല്ല അവര് വീടിന്റെ ബാക്ക് സൈഡിലെ ഒരു വെട്ടിലിന് മുക്കാഭാഗം കുത്തി തിന്നായിരുന്നു അവരോ. അതെന്തോ എന്താ അസുഖമാണാവോ. ഇപ്പൊ ഈ ചെതല് കാണുമ്പോഴേ ഇതിന്റെ ഒരു മണം ഉണ്ടല്ലോ, അതിങ്ങനെ കാണുമ്പോ അങ്ങനെ ഓർമ്മ വരും പറഞ്ഞല്ലേ. നോക്ക് എത്ര വട്ടം ഉള്ളിലേക്കൊക്കെ കയറിയില്ലേ. അപ്പൊ എത്ര വട്ടം ഇത് ഉണ്ടാവണത് ഇങ്ങനെ ചെതല് പിടിക്കാൻ. ഈ ഒരു മണ്ണില്ലേ ഭയങ്കര ചെതലുള്ള മണ്ണാട്ടോ. അതാണ് നമ്മൾ ഇവിടെ മരത്തിൻ്റെ കട്ടിലും ജനലും വെക്കാണ്ടൊക്കെ ഇതൊക്കെ കണ്ടോ സിമെൻറ്റിൻ്റെ വെച്ച് വെച്ചിരിക്കുന്നത് ഫുള്ള് എന്താണെന്നറിയോ ചെതൽ. ഇല്ലെങ്കിൽ 6 മാസം ആകുമ്പോഴേക്കും വീട് പൊളിച്ച് കളയേണ്ടി വന്നേനെ. ബാക്കിയും കൂടി വന്നിട്ട് നമുക്ക് കൊണ്ടുവരണം കേട്ടോ. ഏട്ടൻ പറയണ അത് കൂടെ വെക്കാന്നല്ലേ പറയുന്നത്. മുരിങ്ങയുടെ ഇലയൊക്കെ മഞ്ഞ കളർ വരുന്നു. ഏത്? അത് ഇങ്ങനെ ഒടിച്ചൊടിച്ചിങ്ങനെ ഇതാകുമ്പോൾ മൂത്ത ഇലകൾ നശിച്ചു പോലെ. ഏട്ടൻ പറയണില്ലേ ഇവിടുന്ന് ഇങ്ങനെ വെക്കാനാട്ടോ പറയുന്നത്. ഈ സൈഡിൽ നിന്ന് മതിലിന്റെ മേലേക്ക് എത്ര ഹൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഫുള്ള് പൂ മാത്രം കാണും. ആരെ അർത്ഥമുണ്ടോ അല്ലെങ്കിൽ ചെടി മാത്രം കാണും. അതാ ഞാൻ പറയുന്നതേ. നമുക്ക് ഈ സൈഡിൽ കൂടെ എന്നിട്ട് ഓണം കഴിഞ്ഞിട്ട് ഇപ്പോഴെന്തായാലും നമുക്ക് തേക്കാൻ പറ്റില്ലല്ലോ. എന്താ ചെയ്ത പോവാ. വിറക് ഇതിൻ്റെ ഉള്ളിലില്ലേ നിറച്ച് വിറക് കൊണ്ടൊന്ന് വെക്കാട്ടോ. ഇതിൻ്റെ ഉള്ളിലേ ഇത്ര ബാക്കിയുള്ളത് ചെതലൊന്ന് ഇതാവട്ടെ. ഈ ചെതലാണ് പറഞ്ഞിട്ട് കാര്യമില്ല. മേത്ത് കൂടെ അങ്ങോട്ട് ആ സംഭവം അരിച്ചു കഴിഞ്ഞാലേ അപ്പം വരും അലർജി. അപ്പോൾ എന്താണെന്നറിയില്ല, ഫുൾ അലർജിയാണ് അല്ലേ ഈ കാലാവസ്ഥ. ഫുൾ അലർജിയാണ്. സുകന്യക്കില്ല ഉണ്ടടി. അനിയേട്ടനും അലർജിയോട് അലർജി. ആർക്ക്? അലർജിയോട് അലർജിയാണ്. അതുകൊണ്ട് അലർജി വരില്ല. എന്താ സുകന്യ ചായക്ക് കടി? ചക്ക ഉണ്ട്. പഴച്ചക്ക ഉണ്ടല്ലോ അല്ലേ. പഴച്ചക്ക ചുള പറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊന്നും ഉണ്ടാക്കില്ല. ഞാൻ ആ ചക്ക ഇനി അവർ കഴിച്ചിട്ട് ബാക്കിയുണ്ടെങ്കിൽ അതെടുത്തിട്ടില്ലേ ഗോതമ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം വിചാരിച്ചു. പഴച്ചക്കയും കൊണ്ട് പലഹാരം ഉണ്ടാക്കാൻ നല്ലതാട്ടോ. നല്ല ടേസ്റ്റ്. വേഗം ഉടഞ്ഞു കിട്ടുകയും ചെയ്യും. അതിൻ്റെയും നമ്മുടെ മറ്റേ വരിക്ക ചക്കടിയും ടേസ്റ്റ് രണ്ട് വ്യത്യാസമല്ലേ. അപ്പോൾ അതുകൊണ്ട് വെറുതെ ഒന്നും ചെയ്യണ്ട, അതിങ്ങനെ മിക്സ് ചെയ്യുക.
എന്നിട്ട് അതിൽ ശർക്കരയും തേങ്ങയും ഇട്ടിട്ട് നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ ഇഡ്ഡലി പുഴുങ്ങണ പോലെ ആ ഇഡ്ഡലി ചെമ്പിൻ്റെ മാവിൽ ഒഴിക്കുക. എന്നിട്ട് ഇഡ്ഡലി ചുടില്ലേ അതുപോലെ ചുട്ടിട്ട് എടുത്തു കഴിഞ്ഞാൽ ഓരോന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. ചൂടോടെ കഴിക്കണം. ഞാൻ ഷുഗർ കട്ടാണ്, ഷുഗർ കുടിക്കില്ല പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാലേ ചായ കൊണ്ടുവന്നിട്ട് കുടിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ കുടിക്കാതിരിക്കുക? ഇത് പഞ്ചാര വേറെടുത്തിട്ട് കുടിച്ചാൽ കണ്ട പറയണത്. വേണ്ട, മധുരേ വേണ്ട. ഈ പഞ്ചസാര അതിലിട്ടില്ലേ? ആ അപ്പം എനിക്ക് തീരെ വേണ്ട. ചായ വേണ്ട. ഇവളില്ലേ നിർബന്ധിച്ചിട്ട് ഞാൻ ഞാൻ എങ്ങനെങ്കിലൊക്കെ ഒന്ന് രക്ഷപ്പെട്ട് പോട്ടെ വിചാരിക്കും. ഇവളാണെങ്കിലോ ചായ കുടിക്കുക വെള്ളം കുടിക്കുക പറഞ്ഞിട്ട് ഇന്നലെ ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ പറഞ്ഞേ പഞ്ചസാര ഒഴിവാക്കാട്ടോ, ഷുഗർ നിൽക്കില്ല, ഒന്ന് പഞ്ചസാര ഒഴിവാക്കി നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണെങ്കിലോ നമ്മൾ പഞ്ചസാരയും ചോറും ഒഴിവാക്കാൻ പറഞ്ഞു. എന്നാലോ ഇവിടെ ഉള്ളവരാണെങ്കിലോ അപ്പോൾ ഇവർ ഒന്നല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നല്ല സ്പെഷ്യൽ ഉണ്ടാക്കാൻ പറയും, അതുണ്ടാക്കും. അതുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയെങ്കിലും കൊതി വരും. അപ്പം അവർക്ക് കൊതിയൊന്നുമില്ല, നമുക്ക് കൊതി വരും. അവർക്ക് ഉണ്ടാക്കുന്ന ആൾക്ക് അധികം വരില്ല, പിറ്റേ ദിവസത്തേക്ക് വരുള്ളൂ. അന്നത്തെ ദിവസം നമുക്ക് തിന്നാൻ തോന്നില്ല. കാരണം ഇതിൻ്റെ മണവും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ട് അന്ന് ഉച്ചയ്ക്ക് കഴിച്ചിട്ട് ഞാൻ അവിടെ വൈകുന്നേരം കഴിച്ചില്ലേ ബിരിയാണിയാണ് പറഞ്ഞു വെച്ചാൽ ഞാൻ ചോറുണ്ട്. എനിക്ക് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏതൊരാൾക്കും തന്നെ എല്ലാവരും പറയും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉള്ളത് മുഴുവൻ നമ്മളെ തിന്നണമെന്ന്. ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ മണവും കഴുകലും ഒക്കെ പാടെ ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞ് വെച്ചാൽ കഴിഞ്ഞു. ഇറച്ചിയൊക്കെ എന്ന് പറഞ്ഞാൽ വെളിയില്ലാത്ത സമയത്ത് ഞാനാ കഴുകുന്നു പറഞ്ഞാൽ വെച്ചാൽ ആ ഇറച്ചി തീരുമാനമായി. ഞാൻ പിന്നെ സാധനം തൊട്ട് നോക്കില്ല. മീനൊക്കെ എന്ന് പറഞ്ഞു വെച്ചാലോ. പക്ഷേ എല്ലാവരും വിചാരം തടി കണ്ടിട്ടില്ലേ, അല്ല പോളിങ് കാണുന്നതാണ്. പോളിങ് ഒന്നല്ല. എന്ത് ചിരിക്കുന്നു ഈ ചക്ക എടുക്ക സോനി? ആ ഏട്ടനല്ല, കടി കണ്ട ചായക്ക് ഒരു 4-5 പട്ടികളുണ്ട് കേട്ടോ. ഇതിനെ അടുത്ത വീട്ടുകാരുടെ കോഴികൾ മൊത്തം പോയി. ഇനി നമ്മുടെ കോഴീനെ ഇന്നലെ ഉണ്ട് ഇവിടെ നിൽക്കുന്ന ചാത്തപ്പം തിന്നുമ്പോൾ പിന്നാലെ വരുന്ന ഏട്ടാ. ഏട്ടൻ്റെ കൂട്ടുകാരൻ അതാ പോണു. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ, നല്ല സന്തോഷമാണ്. നമ്മുടെ ഫാമിലിയിൽ ലണ്ടനിലാണ് കേട്ടോ അവർക്ക് 8 വർഷങ്ങൾക്ക് ശേഷം ഒരു ഉണ്ണി ഉണ്ടായിരിക്കണം, പെൺകുട്ടി. അപ്പോൾ ഉച്ചയ്ക്ക് വിളിച്ച് കണ്ടില്ലേ മഞ്ജു? 8 വർഷങ്ങൾക്ക് ശേഷം ഒരു പെൺകുട്ടി ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ അപ്പോൾ അതിൻ്റെ സന്തോഷം പറയാൻ വേണ്ടിയിട്ട് ഒരാഴ്ച എന്നെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് വിളിച്ചിട്ട് എടുക്കാനേ പറ്റിയിരുന്നില്ല കേട്ടോ. അപ്പം ഇന്ന് ഉച്ച സമയമായപ്പോൾ ഞാൻ കുറച്ച് ഒഴിവുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വിളിച്ചുകൊണ്ട് എന്താണാവോ വിളിച്ചിട്ട് എടുക്കാത്തതെന്ന് അവരും ചിന്തിക്കില്ലേന്ന് പറഞ്ഞിട്ട് എടുത്തതാണ്. അപ്പോൾ പെൺകുട്ടി ഉണ്ടായി, ഈ സന്തോഷം പറയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. പ്രസി, എനിക്ക് ഇത്ര സന്തോഷമായി, നിന്നോടിത് പറഞ്ഞിട്ടില്ല എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എമിലി പ്രിൻസ് എന്നാണ് കുട്ടിയുടെ പേര്. നല്ല പേര് അല്ലേ? നമുക്ക് സന്തോഷം കേട്ടോ. അതേപോലെ കുറേ പേര് നമ്മളോട് ഇങ്ങനെ വേറൊരാളും കൂടി നമ്മളോട് ഇതേപോലെ പറയാറുണ്ട് കേട്ടോ, ചേച്ചി പ്രാർത്ഥിക്കണേ, ഞങ്ങൾക്കൊരു ഉണ്ണി ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കണേ എന്നുള്ളത്. അപ്പോൾ ദൈവം എല്ലാവർക്കും വിഷമിക്കുന്നവർക്കൊക്കെ ദൈവം കൊടുക്കട്ടെ കേട്ടാ. ആ ഒരു സന്തോഷം. എന്നാൽ കുട്ടികളുടെ സൗണ്ടൊക്കെ കേട്ടപ്പോൾ എനിക്ക് എന്തൊരു സന്തോഷമായി എന്നറിയോ. 1 മണിക്കൂറോളം നമ്മൾ സംസാരിച്ച്. അപ്പോൾ നമ്മൾ പെൺകുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് പെൺകുട്ടികളുടെ ഇങ്ങനെ ഡ്രസ്സിൻ്റെ കാര്യവും ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ അമ്മ അച്ഛനൊക്കെ ആ കഴിഞ്ഞു പോയ നമ്മുടെ ആ കാലഘട്ടങ്ങളില്ലേ, കുട്ടിക്കാലം ഓർമ്മ ഒന്നുമില്ലേ, അവരുടെ എങ്ങനെ പറയാ മലന്ന് കടന്ന് പിന്നെ കമന്ന് കടന്ന് അങ്ങനെ കുട്ടികൾ മുട്ടുകുത്തി ആ ഒരു പ്രായം മുതൽ ചക്ക തിന്നാത്താരും അതിലും മധുരല്ലേ. അത് ശരിയാണ്. ഞാൻ ചക്ക നിങ്ങൾ ചക്ക കഴിച്ചോളെ അമ്മോ. ചായ വേണ്ടേ? അതിനല്ലേ ഇങ്ങോട്ട് വന്ന് കയ്യൊക്കെ കഴിയിട്ട് എന്താണ് അമ്മു അത്രയും ദൂരം നടന്നു വന്നപ്പോ അമ്മൂന് ക്ഷീണായി. അപ്പൊ ഈ എന്തിനാ വേറുള്ളൊരു കാത്തൊക്കെ നിക്കണ? നിനക്കാണ് അതാ ആര് രേഷ്മ. പഴച്ചക്ക ഉണ്ടോ? പഴച്ചക്ക എന്താ ശരിക്കും ഇതിൻ്റെ അല്ലേ കുരു മാത്രമേ ഉള്ളൂ, ദേശ കമ്മിയാണ് കേട്ടോ. വലിയ കുരു
ഇതാ കണ്ടോ മുകളിൽ കിടക്കുന്നുണ്ടോ? കുമ്പളത്തിന്റെ എല്ലാം നുള്ളിയിട്ട് കൂട്ടാൻ വെച്ചാലോ? അതിപ്പോ വേണ്ട. എന്തേ? ആദ്യം മത്തന്റെ ഇല കേട്ടെ. ഈ കുമ്പളത്തിന്റെ ഇല അപ്പയ്ക്ക് മൂക്ക് ഇങ്ങോട്ട് വായോ കാണിച്ചു തരാം. കണ്ടോ കുമ്പളത്തിന്റെ ഇല? കുമ്പളത്തിന്റെ മത്തന്റെ ഇലയുടെ ആ ടേസ്റ്റ് ഉണ്ടാവില്ലേ? ചെറിയ ചൂടോടെ കഴിക്കണം കേട്ടോ. ചൂടാറിയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഒരു കയ്പ്പ് ഉണ്ടാവും കുമ്പളത്തിന്റെ ഇലയ്ക്ക്. പക്ഷെ താളിപ്പ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. തേങ്ങ അരച്ചിട്ട് വെക്കാൻ പറ്റില്ല. തേങ്ങ അരച്ചിട്ട് ഞാൻ വെച്ചിട്ടില്ല കേട്ടോ. വെച്ചോരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇതാണ്ടോ ഇതൊക്കെ നല്ല ഇലയാണ്. ഇതും ഇതൊക്കെ ഇവിടെ നിന്ന് ഇങ്ങോട്ട്. പക്ഷെ വാഴയിൽ കയറിക്കണോ? എവിടെ കുമ്പളപ്പൂവാന്ന് കേട്ടതേ. എന്താ കേട്ടോ സുകന്യേ? കുമ്പളപ്പൂവ്, അതാണ് കുമ്പളപ്പൂവ്. കുമ്പളപ്പൂവ് കണ്ടിട്ടേ മത്തം പൂ ഉണ്ടായിക്ക് അത്രേ. എന്തായാലും പൂവുണ്ടായി. കൂർക്കട അത് കണ്ടോ ഉണ്ടായിക്കണത് മോള? കണ്ടോ കൂർക്കട പാത്തിയിട്ട് കൊടുക്കണം വിചാരിച്ചാൽ നടന്നില്ല. ഇതാണ് താരം. ഇതൊന്ന് വരട്ടെ. ഇതങ്ങോട്ട് വന്നിട്ട് ഇതുകൊണ്ട് കാണുമ്പോൾ കൂട്ടുകാർക്ക് നല്ല കാണിച്ചു തരാം കേട്ടോ. ഇത് അപൂർവമായിട്ടാണ് എല്ലാവരും ഉണ്ടാവുള്ളൂ ആ സാധനം എന്താന്നുള്ളത് അല്ലേ? നമ്മുടെ മത്തൻ്റെ ഇതാ പിന്നെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഇവിടെ. അപ്പയ്ക്കും ഇതിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ടില്ലേ വേഗം മരട്ടൂലേ? കേടൊന്നും വന്നിട്ടില്ല, ക്ഷീണം പറ്റിയിട്ടില്ല. ഇതാണ്ടോ ഇതെന്താ നോക്കിയൊക്കെ കണ്ടോ അലർജി കളർ വരുന്നുണ്ടോ? എന്താ ചെതലിൻ്റെ ഇതിൽ കളിച്ചില്ലേ കുറച്ചു നേരം? അതാണ് ഇനി ആ അലർജിയുടെ ഗുളിക കഴിക്കണവരെ എന്തോ ഒരു അലർജി പറഞ്ഞിട്ടാണ്. നല്ല അലർജിയുടെ ഡോക്ടർമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നെ. ഇവിടെ പയറും വിത്ത് ഇട്ടതാണ്. ഈ പയറും വിത്ത് ഇതവിടെ മാത്രം. അതിൻ്റെ രണ്ട് സൈഡിൽ കണ്ടോ? ഈ ഒരു സൈഡിൽ നിന്ന് ശരിയായിട്ട് വേണം നമുക്ക്. അയ്യോ ഏട്ടാ കുഞ്ഞുണ്ണി ചക്ക തിന്നടത്തെ നല്ല രസമുണ്ടാ ചക്ക. കുഞ്ഞു അല്ല കുഞ്ഞു വാവേ, പക്ഷേ കുഞ്ഞുണ്ണിയേ വാവേ. ഓ ഓ ചായകുടിയൊക്കെ കഴിഞ്ഞു. കൊതുവല്ലാത്ത ഭയങ്കര അലർജിയാണ് എനിക്ക്. എന്താ കൊതു ചെതല് തട്ടി, അത് തട്ടിയപ്പോൾ മുതൽ തുടങ്ങിയതാ. ഒന്നിനും പറ്റില്ല. മുടി കഴിക്കട്ടെ സോനി, ചക്ക തിന്നു നീ മുടി ഉടക്കട്ടെ അല്ലേ? നമുക്ക് സത്യം പറയാ ഭയങ്കര സന്തോഷമായില്ലേ കുട്ടികളെ സൗണ്ട് ഇതൊക്കെ കേട്ടപ്പോൾ അല്ലേ? എത്ര കാലത്തെ കാത്തിരിപ്പ? 8 വർഷത്തെ. അതേപോലെ എൻ്റെ ഒരു ഫ്രണ്ടിന് 12 വർഷം കഴിഞ്ഞിട്ടാണ് കേട്ടോ കുട്ടിയായത്. പെൺകുട്ടി. ഒരു പെൺകുട്ടി, മിടുക്കി പെൺകുട്ടി കേട്ടോ. അപ്പം അതാണ് പറയുന്നത്, നമുക്ക് സമയമാകുമ്പോഴല്ലേ ദൈവം എല്ലാം തരും. അതുവരെ നമ്മളെ ദൈവം ഇട്ട് പരീക്ഷിക്കും. പരീക്ഷിച്ച് ലാസ്റ്റ് നമ്മളെന്താവും? നമുക്ക് ഇതൊന്നും വേണ്ട എന്നുള്ള ഒരു അവസ്ഥയ്ക്കൊക്കെ വരും. പക്ഷേ മൂപ്പരാൾ ഇതൊക്കെ കാണുന്നുണ്ടാവും. അപ്പം എന്താ വിചാരിക്കുന്ന അറിയാലോ? അപ്പോഴായിരിക്കും എങ്ങനെ പറയാ ഇരട്ടി മധുരം. കൊമ്പ് കൊണ്ടുപോയിട്ട് കുഴിച്ചിടണം പറഞ്ഞൊരു സാധനമാണിത്. പക്ഷേ ഇതെവിടെയാണ് കുഴിച്ചതെന്ന് അറിയാണ്ട് ഒരു പിടിയും കിട്ടാണ്ടിരിക്കുക. എല്ലാ സ്ഥലത്തൊക്കെ പിടിച്ച് പറ്റില്ലല്ലോ. വേണ്ടോ വാട്ടം വന്നതിനല്ലേ? വാട്ടം വന്നല്ലേ? ഉരുട്ടിയ മതി അങ്ങണ്ടേ. ഇതാ കണ്ടോ നമ്മുടെ അതാ കാണുന്നത് അങ്കലവാടിയാണ് കേട്ടോ. നമ്മുടെ പൊന്നു പോണത് അതാ കണ്ട നീല പെയിന്റ് കാണുന്നത് ഒടവ് എന്ന് പറയട്ടോ. ആ ഭാഗത്തൊക്കെ കണ്ടോ അതൊക്കെ ഒടവ്. അപ്പോൾ അത് കൂടെ അങ്ങനെ പാലുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്ര വരെ ആക്കിട്ടോ. ഇനി ഇത് മാത്രമൊന്നല്ല, ഇനി പനിയേട്ടനൊക്കെ സുഖമായി ഇവിടെ വന്നിരിക്കുക. അവിടെ ഇരിക്കാനും പറ്റില്ല, കത്തിരപ്പനയിൽ ഇരിക്കുമ്പോൾ ഇവിടെ ഇരിക്കാനും പറ്റില്ല. ഇനി ഇവിടെ എന്താ ചെയ്യാ? അവിടെ എന്താ ഫുള്ള് മണ്ണിട്ട് കല്ലിട്ട് ഒക്കെ തൂർക്കണ്ടാവും. ഇനി മണ്ണിട്ടോ 2 സൈഡ് മണ്ണിടേണ്ടി വരും. മണ്ണിട്ട് തൂർത്ത ചിലപ്പോൾ മണ്ണ് ലൂസായി പോയില്ലേ? കല്ലും മണ്ണൊക്കെ ഓടിയിട്ട് ലൂസാക്കല്ല ഇറക്കുണ്ടാവും. ഇവിടെ ഇഷ്ടംമാതിരി മണ്ണില്ല, അതോടിക്ക് ആക്കിയിട്ട്. ഇത് ജലനിധിയുടെ പോണതാണ് കേട്ടോ. നമ്മുടെ അവിടെ നിന്ന് ഇനി സുഖമായിട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ കാണാനും അല്ലേ? മറ്റേത് എന്താ പറഞ്ഞ വെച്ചാൽ വണ്ടി ഓടിച്ചൊരു ഭയങ്കര
എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വരാൻ പറ്റും. അല്ലാത്തവർ വന്ന് കനാലുള്ളിക്ക് ഇതിനുള്ളിലേക്ക് ഒരു പ്രാവശ്യം കനാലുള്ളിലേക്ക് വണ്ടി പോകണില്ല. ഇവിടുന്ന് 4 വീടേ ഉള്ളൂ. അവർക്ക് വണ്ടിയും കൊണ്ട് പോകാനൊക്കെ സൗകര്യമായി. ഇനി ഇവിടുത്തെ മണ്ണൊക്കെ ശരിയൊക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ? ഉണ്ടാവും. പക്ഷെ ഇവിടെ ചെയ്തിട്ട് എന്താ പറയുക, ആ 2 സൈഡും അറ്റം വരെ ഉടവ് കെട്ടിയിട്ട് പോകാൻ കാടപ്പണി ചെയ്യണ്ടേ ലേട്ടാ? അപ്പോൾ അതും കൂടി ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ ഒന്നും കൂടി ഇതായി. ഇതൊക്കെ പരിസ്ഥിതി ദിനത്തിന് വെച്ച ചെടികളാണ് കേട്ടോ. താട്ട വെച്ചതാണ് ഇതൊക്കെ കേട്ടാ. താട്ട വെച്ചത് ഉണ്ടായതുണ്ടോ? 2 ചെടി ഉണ്ടായി. 2 ചെടി ഉണ്ടായി പറഞ്ഞത് അങ്ങനെ നോക്കിയിട്ടാണ്. മൂച്ചിയാണ് കേട്ടോ. മൂച്ചി നാളേക്ക് ഈ ഭാഗത്തും ഇതേപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ സുഖം. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോഴേക്കില്ലേ എന്താ കറണ്ടിൻ്റെ ലൈനുകാർ വന്നിട്ട് ഒക്കെ ഇപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ ശരിക്കൊരു നാട്ടിൻപുറം, ആ ഒരു നാട്ടിൻപുറം തന്നെയല്ലേ? പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞു വെച്ചാൽ ഇനി ഇങ്ങനെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് കോൺക്രീറ്റ് റോഡും കാര്യങ്ങളും ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഇപ്പൊ ഇവിടുന്ന് ഇങ്ങനെ വീഡിയോയിലൊക്കെ കാണുമ്പോൾ കണ്ടില്ലേ ഫുൾ പച്ചപ്പല്ലേ? എന്ത് ഭംഗിയായിട്ട് പച്ചപ്പ് കിടക്കണ. പക്ഷെ ഇവിടെയൊക്കെ അങ്ങനെയല്ലേ? പക്ഷെ ഇതൊക്കെ പൂന്നാ തോന്നണം കേട്ടോ. ഇവിടുത്തെ ഈ മരങ്ങളൊക്കെ വെട്ടിക്കഴിഞ്ഞു വെച്ചാൽ പിന്നെ ഇതൊക്കെ ഒഴിഞ്ഞ പറമ്പ് പോലെയല്ലേ? ഈ ഭാഗം കണ്ടോ ഫുള്ള് മരവും കാര്യങ്ങളൊക്കെ ഇട്ട്. അത് ഓരോ വർഷങ്ങൾ കഴിയും തോറും മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടാ. ഞാൻ എൻ്റെ വിശേഷം നിർത്തും കേട്ടോ. ഞാൻ പോയിട്ട് മരുന്ന് കഴിക്കട്ടെ. ഇതുണ്ടോ ഇന്നിക്കുള്ള വഴി എനിക്ക് കിട്ടി. ഇന്നിക്കുള്ള മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കൊണ്ട് ഇരുന്ന് കഴിയുമ്പോഴേക്കും ശരീരത്തിലത്തെ ഒരു ഇത് മാറുള്ളൂ കേട്ടോ. അപ്പുറത്ത് താത്ത ഇവർ ചോദിച്ചിരുന്നു എന്താ പ്രസ് ഇങ്ങനെ മാന്തി കൊണ്ടേയിരിക്കണെന്നുള്ളത്. ഇതേപോലല്ലേ അലർജി ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം നിങ്ങൾ ഏതെങ്കിലും ഡോക്ടറെ പോയി കണ്ടവരുണ്ടെങ്കിൽ എന്നിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ. അലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ട് അലർജി വരുന്ന ആ സാധനം തൊടാണ്ടിരിക്കാനും പറയുക. എനിക്ക് മാറാലെ തട്ടാൻ പാടില്ല, മെറ്റടിക്കുമ്പോൾ പൊടി തട്ടാൻ പാടില്ല. ഇതൊക്കെ ചെയ്യാതിരിക്കാൻ പറ്റും നമുക്ക്. ചെയ്യാതിരിക്കുന്ന പറയുന്നത് അതൊക്കെ എന്താ ചക്ക ഇവിടെ വെച്ചിട്ട് അമ്മ പോയാ പൊന്നുവിന്റെ പാത്രത്തിലെടുത്ത് കൊടുക്കാം. അവൻ തോനെ ചക്ക ഇന്നാണ്. ഇത് വേണ്ടാന്ന്. ഇത് പഴച്ചക്കയാണ് മുത്തേ, നല്ലതാണേ. അത് പഴച്ചക്കടാ, നല്ലതാണേ. ഇത് തിന്നു നോക്ക് മുത്തേ, നല്ലതാണേ. തിന്നു നോക്ക്. ഒരു ചുള കൊടുക്കാൻ വേണ്ട. അത് കുരു മറ്റേ ചങ്കില് ഇതായി കഴിഞ്ഞാൽ കൊടുക്ക്. ഒരു ചക്കച്ചോള കുരു എടുത്ത് കൊടുക്ക്. ഇവിടെ എന്തൊക്കെ പിത്തനകൾ ഒപ്പിക്കുന്നുണ്ടല്ലോ. കുരു കളഞ്ഞു തരും. ഇനി നമ്മുടെ ഈ വീടും അപ്പുറത്തെ വീടും മാത്രമേ ഉള്ളൂ കേട്ടോ വാർപ്പല്ലാത്ത വീട്. ഓട്ടുവര. ബാക്കിയൊക്കെ വാർപ്പ് വീടുകളായി. അതേപോലെ എല്ലാ അതുകളും ഇങ്ങനെ മാറ്റങ്ങൾ ഇങ്ങനെ വന്ന് എല്ലാ സൗകര്യങ്ങളും ആവും. ഓട്ടുവര പോകുമ്പോ തന്നെ നാടൻ രീതി പോവും. ഓട്ടുവര പോകുമ്പോ തന്നെ നാടൻ രീതി പോട്ടാ. ഇനി നമ്മുടെ അത് വേണ്ട, തിന്നോക്ക്. മൊത്തത്തിൽ പറ്റില്ല. ഇവിടുന്ന് ഇപ്പൊ വീഡിയോയില് കാണുമ്പോ തന്നെ ഈ പച്ചപ്പൊക്കെ കാണുമ്പോഴും ഈ കിളികളുടെ സൗണ്ടും ഒക്കെ കേൾക്കുമ്പോ നിങ്ങൾക്ക് ഒരു പ്രത്യേക ഒരു എല്ലാവർക്കും വിദേശത്തുള്ള ആൾക്കാരൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഇഷ്ടമാണ്. ഇതൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ടൗൺ ഏരിയ പോലെ കഴിഞ്ഞു വെച്ചാല് അത് അത്ര പെട്ടെന്നൊന്നും ആവില്ല. ഇതിപ്പോ ഓട്ടുവരെ പോക്കന്നെ ഇപ്പോഴൊന്നും ഉണ്ടായില്ല. പോയാൽ പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യമൊന്നുമല്ല. പക്ഷെ എന്താണെന്നറിയോ, മക്കൾക്കാണ് പറഞ്ഞു വെച്ചാലും ഇപ്പോൾ സൗകര്യങ്ങളുള്ള വീടുകൾ കാണുമ്പോൾ ഏത് മക്കൾക്കും അങ്ങനെയുള്ള ഒരു ചെറിയൊരു വീടെങ്കിലും ഉണ്ടാവണം എന്ന് ആഗ്രഹം ഉണ്ടാവും അല്ലേ മക്കളുടെ. അപ്പോൾ ഞാനില്ലേ എൻ്റെ വിശേഷം നിർത്തുന്നു കേട്ടോ. ഇനി ചോറിന് വെള്ളം വയ്ക്കട്ടെ. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം.